സർ, എന്തായാലും നവീൻ ബാബു കേസ് അന്വേഷണത്തിന് CBI വരുമായിരിക്കാം. പക്ഷേ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? വലിയ വീഴ്ച ഇത് വലിയ വീഴ്ചയല്ലേ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ? രാഷ്ട്രീയപരമായിട്ടാണ് ആ കേസ് അന്വേഷിച്ചതെന്നാണ് ഞാൻ ഇന്നും കരുതുന്നത്. അതുകൊണ്ട് CBI വന്നു കഴിഞ്ഞാൽ എവിഡൻസ് ഉള്ളത് നശിപ്പിച്ചത് കണ്ടെത്തണം അവർ. കാരണം ഇതൊരു റീകൺസ്ട്രക്ഷൻ ഇതിനകത്ത് ഉണ്ടാകണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതൽ വേണം CBI കേസ് അന്വേഷിക്കാൻ. കാരണം CBI വന്നാൽ നീതി കിട്ടുമെന്നൊക്കെ സിനിമയിൽ നമ്മൾ ഒത്തിരി കഥകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ CBI അങ്ങനെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. അവിടെ ഈ ലോക്കൽ പോലീസിൽ അല്ലെങ്കിൽ ഒരു SHO ആയിട്ട് അല്ലെങ്കിൽ ഒരു SI ആയിട്ട് സർവീസിൽ കയറി SP ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരാളുടെ കാലഘട്ടത്തിൽ ധാരാളം കേസുകൾ അദ്ദേഹം അന്വേഷിക്കും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് CBIക്കാർക്കും ഇല്ല. അല്ലാതെ രാഷ്ട്രീയ സംഘടനയുടെ നേതാവായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കൃത്യമായ SHO ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ആ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുകയും മർഡർ കേസ് വരെ എടുക്കുകയും അതിൻ്റെ FIR സ്റ്റേറ്റ്മെൻറ്റ് FIR ഒക്കെ തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഈ കേസിനകത്ത് കൃത്രിമം കാണിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. സാർ, അപ്പോൾ ചോദിക്കാനുള്ളത്, ഈ പോലീസിന് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണോ, അതോ ഭരണ പാർട്ടിക്ക് അന്നത്തെ CPM-ന് വേണ്ടി കേസ് അട്ടിമറിക്കുകയായിരുന്നു പോലീസ്? അങ്ങനെ സംശയിക്കണം. ഭരണ പാർട്ടിക്ക് വേണ്ടി കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടാൻ, ആ CIയും ആ AC-യും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചില കൃത്രിമം കാണിച്ച് അതൊക്കെ നശിപ്പിച്ചു പോയത്. അതിലൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ തീർച്ചയായിട്ടും ഇതിനകത്ത് എവിഡൻസ് നശിപ്പിച്ചിട്ടുള്ള അവരെ പ്രതിയാക്കേണ്ടി വരും. ഒരു പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷനാണ് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നടപടി വേണം. അവരുടെ പെൻഷൻ കട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. സാറേ, ഇവിടെ PP ദിവ്യയാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. PP ദിവ്യയ്ക്ക് കുരുക്കാകുമോ CBI ഈ കേസ് അന്വേഷിക്കാൻ വന്നാൽ? തീർച്ചയായിട്ടും അതിൻ്റെ മോട്ടീവ് അവർക്കാണ്. അവരാണ് വിജിലൻസ് എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതും അതിന് മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു ലെറ്റർ പരാതി പോയിട്ടുണ്ടെന്നും അവിടുന്ന് അന്വേഷണം വന്നു എന്നൊക്കെ ആദ്യം തുടക്കത്തിലെ പറഞ്ഞ അവരാണ്. അവരെ ഇപ്പം പാർട്ടിയിൽ നിന്നൊക്കെ വെളിയിലാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്നുള്ള രീതിയിൽ 308 മാത്രമേ വന്നിട്ടുള്ളൂ. അല്ല, ഇതൊരു മർഡറാണ്. അതിനകത്ത് അവർക്കൊരു കൈ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ ആ ഒരു ഇഷ്യൂവിലാണല്ലോ ഇത് മരണത്തിലേക്ക് തന്നെ പോയത്. അതുകൊണ്ട് അവരുടെ 1-2 ആൾക്കാർ നേരത്തെ നവീൻ ബാബുവിനെ കണ്ടതായിട്ട് CCTV ദൃശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവരൊരു കാറിൽ വന്ന് അദ്ദേഹം റോഡിൽ കൂടെ സ്കൂട്ടറിലെങ്ങാണ്ട് പോയപ്പോൾ അവരിൽ നിന്ന് സംസാരിക്കുന്ന, ഈ മരണത്തിന് 2-3 ദിവസം മുമ്പ് സംസാരിക്കുന്ന ഒരു ചിത്രവും അന്ന് വളരെയധികം സർക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് തുടക്കം മുതലുള്ളൊരു അന്വേഷണം ഫ്രഷായിട്ട് നടത്തി അദ്ദേഹത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിന് അവിടെ ഇറങ്ങിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള ആ ഒരു കാര്യങ്ങൾ ഇന്നും അജ്ഞാതമാണ്. അതൊന്നും വെളിയിലേട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, ഈ കേസിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട് ഇതൊരു മർഡർ ആണ് എന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് ഉൾപ്പെടെ വീഴ്ച പറ്റിയതായും താങ്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. PP ദിവ്യയുടെ പ്രസംഗത്തിനപ്പുറം നവീൻ ബാബുവിനെ വകവരുത്താൻ മാത്രം എന്ത് വൈരാഗ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അതാ ഞാൻ പറഞ്ഞ നവീൻ ബാബു അവർ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ അവർ സ്ഥലം പള്ളിക്കാരെയൊക്കെ കണ്ട് 10-40 സെൻറ്റ് സ്ഥലം, അതൊക്കെ എവിഡൻസ് ഉള്ളതാണ്. 40 സെൻറ്റ് സ്ഥലം അവർ അവർക്ക് പള്ളിക്കാരുടെ നിന്ന് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വന്നിടത്ത് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് അതിനുള്ള സാങ്ഷന്, അതിനുള്ള അനുമതി ഈ ADM കൊടുക്കണം. അത് കൊടുത്തില്ല. കൊടുക്കാതെ വന്ന് അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിച്ചതാണ് ഇത്. അതിനുവേണ്ടി തന്നെയാണ് അവർ അദ്ദേഹത്തിന് ആ സെൻഡ് ഓഫ് സമയത്ത് അനാവശ്യമായിട്ട് അവിടെ കയറി വന്നിരുന്ന് അവർ പ്രസംഗിച്ച് ഇദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്ത് അവിടെ പോകുന്നത്. അതുവരെ ചിരിച്ചിരുന്ന മനുഷ്യൻ്റെ മുഖം മാറുന്നത് നമ്മൾ കണ്ടു. അതിന് അവിടുത്തെ കളക്ടറായിരുന്ന ആൾ കൂട്ടുനിന്നു. ആ സെൻഡ് ഓഫ് പാർട്ടിക്ക് ഇവർക്ക് അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മേലുദ്യോഗസ്ഥന് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാളുടെ വയറ്റിൽ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആ സെൻഡ് ഓഫ് പാർട്ടിയിൽ അദ്ദേഹം ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടാവണം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയി രാത്രി തന്നെ മരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ച ആഹാരം എവിടെ പോയി? വയറ്റിനകത്ത് നിന്ന് എവിടെ പോയി? അതുകൊണ്ട് തന്നെയാണ് ആ വിസറ ഇയാൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് അയക്കാതിരുന്നത്. സർ, തുടക്കം മുതൽ CBI അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർക്കുകയാണ് CPM ചെയ്തത്. ഈ കേസ് ഇത്ര പെട്ടെന്ന് സതീശൻ സർക്കാർ CBIക്ക് വിടുമെന്ന് CPM പോലും കരുതിയിട്ടുണ്ടാകില്ല. CPM ഭയന്നിട്ടാകുമോ വലിയ പ്രതിരോധവുമായി ഇപ്പോൾ തന്നെ രംഗത്ത് വരുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ സത്യസ്ഥിതിയിലോട്ട് അത് കടന്നാൽ, കാരണം
അതിനകത്ത് ഇങ്ങനെയുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഏതായാലും ധാരാളം പേര് ഇപ്പോൾ എവിഡൻസ് CBIക്ക് കൊടുക്കും. നേരത്തെ കൊടുത്ത എവിഡൻസ് ഒന്നും അവിടുത്തെ പാർട്ടിയുടെ വക്താക്കളായ സർക്കിൾ ഇൻസ്പെക്ടർ AC അത് റെക്കോർഡ് ചെയ്യാതെ പോയി. അതുകൊണ്ടാണ് ഹൈക്കോടതി പോയ കേസ് ഡയറിക്കകത്ത് സംശയമുള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്തില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തെഴുതി വെച്ചോ ഒരു അൺനാച്ചുറൽ ഡെത്തായിട്ട് പോകുന്ന രീതിയിൽ മാത്രമേ അവർ ആ കേസ് ഡയറി എഴുതിയിട്ടുള്ളൂ. അങ്ങനെ പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 പേരെയും CBI എന്ന പ്രതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും CBI ഒരുപക്ഷെ ഈ കേസെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമാണ് എങ്കിൽ തന്നെ അത് തെളിയിക്കുക വലിയ വെല്ലുവിളിയാകില്ലേ? ഒരു ബോഡി പോലും ദഹിപ്പിച്ച ഒരു സാഹചര്യത്തിൽ. ഇല്ല, അതൊന്നും പ്രശ്നമില്ല. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതിൻ്റെ കൂടെ ഈ CPMൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കുചേർന്നു എന്ന് വരും. കാരണം എന്തുകൊണ്ടാണ് അയാൾ വിസറ അയക്കാത്തത്? ആ വിസറ എവിടെ പോയി? അയാൾ അത് എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. ഒരു ഡിഫക്റ്റീവ് പോസ്റ്റ്മോർട്ടമാണ് ആ ഡോക്ടർ ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, അവിടെ നവീൻ ബാബുവിന്റെ ബോഡി ദഹിപ്പിക്കാനുള്ള നീക്കം തന്നെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള വ്യഗ്രതയായി കാണണോ? അങ്ങനെ തന്നെ. കാരണം അത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. ആ ഡോക്ടർ ചെയ്ത പോസ്റ്റ്മോർട്ടം അത് സത്യസന്ധമായ ഒരു പോസ്റ്റ്മോർട്ടം അല്ല. അത് വേറൊരു ഫോറൻസിക് ഡോക്ടർ വരുമ്പം അയാൾ സത്യസന്ധനാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് പറ്റി എന്ന് അവർ എഴുതി വെക്കും. എന്താണ് സംഭവിച്ചത്, ആ പോസ്റ്റ്മോർട്ടത്തിലുള്ള ഡിഫക്റ്റ് എന്താണെന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടാവും. ഞാൻ നേരത്തെ ഒരു ഇടുക്കി ജില്ല ജലാശയത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അവിടെ ഒരേ സമയം 2-3 ഡെഡ് ബോഡിയോ വന്നു കയറുന്നു. അതിനകത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ച് അതിൻ്റെ ലിവറും മറ്റും ആ ഒരേ സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം ഒരാളുടെ വയറ്റിൽ ഉള്ള സാധനം മറ്റൊരാളുടെ വയറ്റിലിട്ട് തുന്നിക്കെട്ടി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അങ്ങനെ തുന്നിക്കെട്ടിയത് അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഒരു കുട്ടിയുടെ വയറ്റിലുള്ള ലിവർ അങ്ങനെയുള്ള ഇൻഡസ്ട്രീനൊക്കെ വലിയൊരാളുടെ വലിപ്പമുള്ള സാധനമാണ് ആ വയറ്റിനകത്ത് കിടന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം തെറ്റുപറ്റും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക്. അത് സാധാരണ ഡോക്ടർക്കും തെറ്റുപറ്റും, ഫോറൻസിക് ഡോക്ടർക്കും തെറ്റുപറ്റും. അവർ രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചോ ചില കേസിനെ ഇഗ്നോർ ചെയ്ത് കളയുകയോ അവർ പ്രാധാന്യം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കൃത്യമായ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയ രീതിയിലുള്ള പരിക്കുകളും മറ്റും അങ്ങനെയൊക്കെയുള്ള കൊലപാതകം അവരുടെ റിപ്പോർട്ടുകൾ 6-7 പേജുകളുണ്ടാവും. ഇത് 2 പേജിനകത്ത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് ഒതുക്കി വിസറയുടെ കാര്യം പറയാതെ വിട്ടു. അങ്ങനെയൊക്കെ ചില നിരുത്തരവാദപരമായ കാര്യങ്ങൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പലരും CBI വന്നാലേ സത്യം തെളിയുകയുള്ളൂ എന്ന് പറയുമ്പോഴും വാളയാർ കേസിലും സിദ്ധാർത്ഥൻ കേസിലും ഉൾപ്പെടെ അതിനു മുൻപ് പല കേസുകളിലും CBI വന്നിട്ട് തെളിയിക്കാൻ പറ്റാത്ത പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നവീൻ ബാബു കേസിൽ CBIക്ക് എന്ത് ചെയ്യാനാണ്? അല്ല, നമുക്കത് ഗ്യാരണ്ടി ഒന്നുമില്ല. അതൊരു സസ്റ്റൈൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വെറ്ററൻ DYSP അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെ വികലമായി അന്വേഷിച്ച് വെച്ചിരിക്കുന്ന കേസ് ഡയറിയിൽ നിന്ന് എവിഡൻസ് കണ്ടെത്താനും പുതിയ സാഹചര്യം മനസ്സിലാക്കാനും. അതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹം 2ാമത് വന്ന് ആ മുറി കയറി എന്ന് പറയുന്നത് അവിടെ മുതൽ അതിൻ്റെ കുഴപ്പമാണ്. ഇതിനകത്ത് PP ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ അവർ ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു വിജിലൻസ് കേസ് കൈക്കൂലി വാങ്ങിച്ച ആളാണെന്ന് പറഞ്ഞൊരു ഒരു പ്രസ്താവന നടത്തുകയും അങ്ങനെ ഒരാളെ കൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുപ്പിക്കുകയും ആ ഒരു കംപ്ലയിൻറ്റ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരികയും ഓഫീസിൽ നിന്ന് വിജിലൻസിലേക്ക് അന്വേഷണം ഇട്ടു എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റി കോടതിയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പം ആ റെക്കോർഡ് ഹാജരാക്കാൻ വന്നാൽ ആ റെക്കോർഡിനകത്ത് വിജിലൻസ് ഡയറക്ടർ കൊടുത്ത ഡേറ്റ് ഉണ്ടാകണം, സീലുണ്ടാകണം, അവർ കൈപ്പറ്റിയ ഡേറ്റ് ഉണ്ടാകണം. ഇതുമായിട്ട് പൊരുത്തപ്പെടാതെ വന്നപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനകത്തൊരു വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ള ധ്വനി വന്നപ്പം അതിന് മുമ്പ് ഇത് ആ PP ദിവ്യ അവിടെ ജില്ലാ നേതാവായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കളക്ടറേറ്റ് ഓഫീസിലും അല്ലെങ്കിൽ അവിടുത്തെ വിജിലൻസ് ഓഫീസിലും അവിടെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട പല റെക്കോർഡുകളും മാറ്റാനുള്ള കഴിവ്, മാറ്റാനുള്ള സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം അവർക്കുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു വിജിലൻസ് ഓഫീസർ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഈ ആളെ വിളിച്ച് അവിടെ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്? അയാൾക്ക് എങ്ങനെയാണ് ഒരു വിജിലൻസിൻ്റെ എൻക്വയറി നടത്തുന്ന അധികാരം? വിജിലൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് ആയാലും മന്ത്രി
പറയാത്ത ഒരു കേസും വിജിലൻസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിക്കോ IG പോലും അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ള. വിജിലൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഉത്തരവിടുന്ന കേസുകൾ മാത്രമേ വിജിലൻസിൽ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്തുകൊണ്ടാണ് ഇയാളെ വിളിച്ചു വരുത്തിയത്? അത് രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിളിച്ചു വരുത്താൻ അധികാരമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അകത്ത് കേസ് ഡയറിയിൽ ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അയാൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അയാൾ ഇല്ലയെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയ ആൾക്കാർ അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതിനകത്ത് കാതലായ ഒരു പ്രശ്നം അതിനകത്ത് PP ദിവ്യയ്ക്കുണ്ടായ വൈരാഗ്യം. അവിടെ ഒരു പള്ളിയിലെ അച്ഛന്മാരുടെ ഒരു 40 സെൻറ്റ് സ്ഥലം എങ്ങാണ്ട് അവർ വാടകയ്ക്കെടുക്കുകയും അവിടെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് തുടക്കത്തിൽ അവർ നീക്കം ചെയ്തപ്പോൾ അതിനുള്ള സാങ്ഷന് ഈ ADM കൊടുത്തില്ല. അവിടെയാണ് വഴക്കം. അദ്ദേഹം മാറുന്നിടം വരെ അതിന് സാങ്ഷൻ കൊടുത്തില്ല. അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം, അവിടുത്തെ സെൻറ്റ് ഓഫിൻ്റെ തലേ ദിവസം അദ്ദേഹം പോകുന്ന സമയത്ത് അതിനൊരു ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കുരുക്കാനായിട്ട് ഇദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ശിങ്കിടികളായ 1-2 പേരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ടുണ്ട്. അതിലോട്ടൊന്നും അന്വേഷണം ഇതുവരെ അവിടുത്തെ ലോക്കൽ SHOയും അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണറും നടത്തിയിട്ടില്ല. അവർ രാഷ്ട്രീയപരമായിട്ട് ഇത് കണ്ടിരിക്കുന്നു. അതുതന്നെയല്ല, അവിടുത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അയാൾ ഒരു SFIക്കാരനും DFIക്കാരനും പിന്നീട് ഡോക്ടറായി, പിന്നീട് ഫോറൻസിക് ഡോക്ടറായി വന്ന വ്യക്തിയാണ്. അയാൾക്കും പാർട്ടിയോട് വലിയ കടപ്പാടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ ആ ഫോറൻസിക് ഡയറക്ടറെ അയാൾ വലിയ തെറ്റ് ഒരെണ്ണം അതിൻ്റെ അകത്ത് ആ പോസ്റ്റ്മോർട്ടത്തിൽ കാണിച്ചിട്ട്, ഒന്ന് അതിൻ്റെ വിസറ, വയറ്റിനകത്തുള്ള കുടലും ചെറുകുടലും വൻകുടലും അത് പ്രിസർവ് ചെയ്യണം. ആ പ്രിസർവ് ചെയ്തിട്ടില്ല. അത് ഫോറൻസിക് ലാബറട്ടറിയിൽ അയാൾ അയച്ചിട്ടില്ല എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ട്. പിന്നീട് ആരുടെയെങ്കിലും പറഞ്ഞ് പിന്നീട് അയച്ചെന്ന് പറഞ്ഞാൽ അതിപ്പോൾ അംഗീകരിക്കാനും കഴിയത്തില്ല. അത് കൃത്യമായി അത് പോയിരിക്കണം. അത് പോയതായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലില്ല. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ആ മരിച്ചയാളുടെ അല്ലെങ്കിൽ ആ ADMൻ്റെ വയറിനകത്ത് ഒരു ഫുഡുമില്ല. അദ്ദേഹത്തിൻ്റെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ empty ആണ്. അദ്ദേഹത്തിന് സെമൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മലമില്ലാതെ വന്ന എന്തുകൊണ്ടാണ്? അത് ചവിട്ടിയ മലമെല്ലാം വെളിയിൽ പോയി എന്ന് തന്നെയാണ്. അതിനുശേഷം അൺകോൺഷ്യസ് ആളെ തൂക്കി എന്നാണ് ഞാൻ കരുതുന്നത്.